വേറെതൊന്നും കഴിക്കുന്നില്ല. 1 വയസ്സായ കുട്ടിക്ക് എങ്ങനെ ക്യാൻസർ വരാനാണ്? അങ്ങനെ അദ്ദേഹം പറയാണ്, എന്റെ ഈ ഇത്രയും 10-40 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ മലപ്പുറത്തൊക്കെ കുടുംബ സംഗമങ്ങളിൽ നിങ്ങളതൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നല്ല ഖുർആനതൊക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് മൂപ്പര് പറയാണ്, അഥവാ വീട്ടിൽ കുനിഷ്ടുകളും പരസ്പര വക്കാണങ്ങളും ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ അള്ളാഹു വല്ലാണ്ട് അനുഗ്രഹിച്ചു. കാരണം ഒരു ബെല്ലടിക്കുമ്പോഴേക്ക് 6000 ചില്ലാനം മദ്രസകളിലും പള്ളികളിലും എന്ത് ചെയ്യാണ്, നമ്മൾ മദ്രസ തുടങ്ങുകയും നിസ്കാരം തുടങ്ങുകയും ജില്ലയാണ്. 6:30 മണിക്കൊരു ബെല്ലിന്റെ അടിക്കുമ്പോഴേക്ക് 6000 ചില്ലാനം മദ്രസയില്ല മലപ്പുറം ജില്ലയിൽ. മൊത്തത്തിൽ 15000 ചില്ലാനുള്ളൂ. അതിൽ 6000 ചില്ലാനം കൊടുക്കുന്നത് മലപ്പുറത്താണ്. ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു മലപ്പുറത്തിന് നൽകി. എന്നിട്ടും വീട്ടിലുള്ള കുനിഷ്ടുകൾ തീരുന്നില്ല. അഥവാ അമ്മായിമ്മയും മക്കളും തമ്മിലുള്ള, മരുമക്കളും തമ്മിലുള്ള, നാത്തൂനും തമ്മിലുള്ള, ഇളയച്ചിയും മൂത്തച്ചിയും തമ്മിലുള്ള, അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം പറഞ്ഞ വാക്കെന്തെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ കുടുംബിനികളെ അറിയിച്ചേക്കണം. അഥവാ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ അവര് പുറത്തു കൊടുക്കുന്നുണ്ടോ, പരസ്പരം മുണ്ടുന്നുണ്ടോ, തെറ്റാതെ നിൽക്കുന്നുണ്ടോന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ നോക്കും. പാവം അമ്മായിമയും കുറെ നിസ്കരിക്കുണ്ടാവും, പാവം മരോളും കുറെ നിസ്കരിക്കുണ്ടാവും. അമ്മായിമയും ഖത്തം തീർക്കുണ്ടാവും, മരോളും ഖത്തം തീർക്കുണ്ടാവും. പക്ഷെ രണ്ടാളും മുണ്ടാട്ടില്ല. ആകാശ ലോകത്തിലേക്ക് ഇത് രണ്ടാളുടേത് ഉയരുന്നില്ല. അമ്മായിമ്മന്റേത് ഉയരൂല, മരോളത് ഉയരൂല. ആരും ധരിക്കണ്ടട്ടോ. 3 ദിവസത്തിൽ കൂടുതൽ മരോളോട് നല്ല, അമ്മായിമാനോട് നല്ല, നാത്തൂനോട് നല്ല ഉറപ്പായിട്ട് പറയുന്നു. ഇത് ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ആകാശ ലോകത്തിന്റെ തമ്പുരാൻ ആവശ്യമില്ല. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിന്നിട്ട് നമ്മൾ ഹജ്ജല്ല ഉംറയല്ല എന്ത് ചെയ്താലും ആകാശത്തിലേക്ക് ഉയരില്ല. അപ്പൊ ഈ പാവത്തിന്റെ അമല് കണ്ടിട്ട് ഇവര് തമ്മിലൊന്നും മുണ്ടിച്ചാൽ ഇതൊക്കെ പാട് ആകാശത്തിൽ കണ്ടെത്തുമല്ലോ. ഇവര് തമ്മിലാണ്ട് മുണ്ടിക്കഴിഞ്ഞാൽ താണ്ടെത്തും. അതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന ഒരു പണി എന്താന്ന് വെച്ചാല്, ആ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ക്യാൻസർ കൊടുക്കും. ഈ ഡോക്ടർ പറയും. അതിന് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും അതോടുകൂടി ഇവര് തമ്മിലുള്ള തർക്കം നിൽക്കും. ഇളയച്ചിന്റെ മൂത്തച്ഛന്റെ മക്കളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ക്യാൻസർ രോഗം കൊടുത്താൽ പിന്നെ ഇളച്ചും മൂത്തച്ഛനും കൂടി തല്ലൂലല്ലോ, രണ്ടാളും കൂടി പിന്നെ RCCക്ക് പോയി. രണ്ടാളും കൂടി. ഞാൻ വളരെ ഗൗരവപൂർവ്വം പറയാണ് നിങ്ങളോട്. എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ദുരന്തമുള്ള, അങ്ങേയറ്റം ദുരന്തപൂർണമായ അസുഖങ്ങൾ വരുന്നത് വരെ നമ്മൾ തമ്മിലുള്ള പണക്കത്തിന് കാരണമാണ്, നമ്മൾ തമ്മിലുള്ള കുനിഷ്ടിന് കാരണമാണ്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നുവെങ്കിൽ, വൂൾഫ് ആൻഡ് വൂൾഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു മനുഷ്യൻ മിണ്ടാതെ നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ മിണ്ടാൻ കഴിവുണ്ടായിട്ടുണ്ടല്ലോ, മിണ്ടാതെക്കൽ, അത് വല്ലാത്തൊരു സ്ട്രെസ്സാണല്ലോ. നമുക്ക് പറ്റാത്ത ഒരാൾ അപ്പുറത്ത് വന്നിരുന്ന്, പറ്റുന്ന ഒരാൾ ഇപ്പുറത്ത് വന്നിരുന്ന്, നമ്മൾ ഇവിടെ അമ്മായിമുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കലുണ്ടല്ലോ. അതായത് നമുക്ക് ഔട്ട് ബേസ്റ്റിംഗ് അതിന് പറയാം. പുറത്തേക്ക് പറയണമെന്നുണ്ട്, പറയാതെ ഉള്ളിലാണ്ട് ഒതുക്കി. ആ ഒതുക്കല് വൂൾഫ് ആൻഡ് വൂൾഫ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭയങ്കര രസകരമായ ഒരു ബയോളജിക്കൽ സയന്റിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത്, അതൊരു എലിയിൽ കുത്തിവെച്ച സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മഞ്ഞ ദ്രാവകം പുറപ്പെടുന്നുണ്ടെന്നാണ്. മഞ്ഞ ദ്രാവകം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ മിണ്ടാൻ പറ്റുന്ന സമയത്ത് മിണ്ടാതിരുന്നാൽ, അമ്മായിമ്മനോട് പണിഞ്ഞതിന്റെ കാരണത്താൽ ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ അങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മൾ നാത്തൂനോട് തെറ്റിയതിന്റെ പേരിൽ അവിടെ അങ്ങനെ ഇരുന്ന്, മുണ്ടണം എന്നുണ്ട് പക്ഷെ മുണ്ടണില്ല, അതാണ് സ്ട്രെസ്. അതിനാണ് സ്ട്രെസ് എന്ന് പറയാം. ഈ സമയത്ത് നമ്മുടെ ഉള്ളില് ഒരു മഞ്ഞ ദ്രാവകം പുറപ്പെടുന്നുണ്ട്. ആ ദ്രാവകം ഒരു എലിയിൽ കുത്തിവെച്ചു, വൂൾഫ് ആൻഡ് വൂൾഫ്. ആ എലിയിൽ കുത്തിവെച്ചപ്പോ 20 മിനിറ്റ് കൊണ്ട് ആ എലി എന്തായി, കിടന്ന് കറങ്ങി കറങ്ങി തല ചല്ലിയിട്ട്, തല ഇങ്ങനെ നിലത്ത് തല്ലിയിട്ട് ആ എലി ചത്തു എന്ന് പറഞ്ഞാൽ, ഒരു എലിയെ കൊല്ലാനുള്ള മാരകമായ വിഷം ഒരാളോട് മിണ്ടാതിരിക്കുമ്പോ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട, ഒരാളോട് മിണ്ടാതിരിക്കുമ്പോ ഒരിക്കലും നമ്മൾ വിജയിച്ചു എന്ന് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കാൻ, നമ്മുടെ ഉള്ളിൽ ഒരു രോഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ. ആസ് എ സൈക്കോളജിസ്റ്റ്, ഒരു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, നമ്മൾ വളരെ വിദഗ്ധമായിട്ട് പറയാണ്, നമ്മൾ സ്ട്രെസ് ഉണ്ടായാൽ എക്സസൈസ് ചെയ്തിട്ട് പോലും കാര്യമില്ല. എക്സസൈസ് ചെയ്താലും സ്ട്രെസ് മാറൂല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ തമാശയിൽ നമ്മളെ ഇയാള് പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും, മൂപ്പരോട് ഒരിക്കൽ നമ്മൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് മൂപ്പരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, സിദ്ദീഖലിനോട്, സിദ്ദീഖലി ഇടക്കൊക്കെ ഓരോ തമാശ പറഞ്ഞ ആൾക്കാരാണ്. അപ്പോ മൂപ്പരോട് ചോദിച്ചു, സിദ്ദീഖ് എനിക്കല്ല പ്രമേഹമൊക്കെ ഉണ്ട് എന്നല്ലേ കേൾക്കുന്നത്, കൊളസ്ട്രോളും അതൊക്കെ, വെറുതെ ബിരിയാണി ഇങ്ങനെ തിന്നണമെന്ന് ചോദിച്ചാൽ അത്രയും രണ്ടത്താണി സാഹിബ് ഞങ്ങളൊക്കെ പഴയ ഭക്ഷണം കഴിക്കാം. അതില് സിദ്ദീഖലി അങ്ങോട്ടൊരു ഇങ്ങനെ, അതിലൊരു കാര്യമുണ്ട്, മൂപ്പര് പറഞ്ഞ തമാശയാണെങ്കിലും. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രമേഹം ഉണ്ടാവുന്നത്? അപ്പോ ഡോക്ടർ പറഞ്ഞു, ഒന്ന് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പിരിമുറുക്കം കൊണ്ട് താണ്ട് കൂടും. മറ്റൊന്ന് പ്രമേഹം എങ്ങനെ ഉണ്ടാവുന്നത് വെച്ചാൽ ഭക്ഷണം കൂടിയിട്ട്.
അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഭക്ഷണം കൂടിയാലാണോ ടെൻഷൻ കൂടിയാലാണോ പ്രശ്നം എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ടെൻഷൻ കൂടിയാൽ ഭക്ഷണത്തിനേക്കാളും 10 ഇരട്ടി കൂടുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ ബിരിയാണി കഴിക്കുന്നത്. ബിരിയാണി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സംഭവം മനസ്സിലായി? ബിരിയാണി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. മൂപ്പര പറഞ്ഞ കാര്യമാണ്. അപ്പൊ ടെൻഷൻ ഉണ്ടായാൽ എല്ലാ അസുഖങ്ങളും വരും. ഒരു അമ്മായിമനോട് മുണ്ടാതിരിക്കുക വഴി നമ്മുടെ ഉള്ളിൽ, നിങ്ങൾ അറിയോ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, RCCയിലെ വിദഗ്ധമായ കണക്കനുസരിച്ച്, റിസർച്ച് അനുസരിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ 6 ആളുകൾ കൂടിയിരിക്കുമ്പോൾ അതിലൊരാൾ ഭാവിയിലെ ക്യാൻസർ രോഗിയാണ്. 2015 കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ രോഗമില്ലാത്ത 6 ആളുകൾ കൂടിയിരിക്കണം, അതിൽ ഒരാൾ ഭാവിയിൽ ക്യാൻസർ രോഗിയാണ്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അത്രത്തോളം ക്യാൻസർ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 6-1, 6:1, 6-ൽ ഒരാൾക്ക് ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് 2015 കണക്ക്. അതിന് 2020 ആവുമ്പോ ചിലപ്പം പറയും 6:5 എന്ന്, പിന്നെ പറയും 6:2 എന്ന്, പിന്നെ പറയും ചിലപ്പോ 6:3 എന്ന്. അതായത് 6 ആള് കൂടിയാൽ 3 ആൾക്ക് ഉണ്ടാവും എന്ന് പറയൽ തുടങ്ങും. 6 നിൽക്കും, ബാക്കി ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അത്രത്തോളം ക്യാൻസർ രോഗം വരാൻ പോലും കാരണം ഈ മിണ്ടാതിരിക്കലാണ്. മിണ്ടാതിരിക്കുക, കുനിഷ്ട് കാണിക്കുക, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഏതിലേക്കാണ് എത്തുന്നത്? സ്വന്തം മക്കളെ നമ്മൾ പീഡിപ്പിക്കുക, സ്വന്തം മക്കളോട് നമ്മൾ മോശമായി പെരുമാറുക. നമ്മൾ സ്വന്തം മക്കളെ, അള്ളാഹു കാക്കുമാറാകട്ടെ, അങ്ങനെ ഒരു വിഷയങ്ങൾ നടന്നതിന്റെ പേരിൽ പറയുകയല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ത്? അവർ എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുന്ന കുട്ടികൾ, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ വിളിച്ചു ചോദിക്കും, എന്തിന്റെ പേരിലാണ് ഞങ്ങളെ കൊന്നൊടുക്കിയത് എന്ന് മരിച്ചുപോയ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ ചോദിക്കുന്ന കാലം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്ത് തെറ്റിന്റെ പേരിലാണ് ഞങ്ങളെ കൊന്നത് എന്ന് പാവം പിഞ്ചുമക്കൾ വിളിച്ചു ചോദിക്കും നാളെ മഹ്ശറ വൻസഭയിലെന്ന് അള്ളാഹു മഹ്ശറയെ കുറിച്ചിട്ട് പറയാൻ. എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും മാതാപിതാക്കളോട് ധർമ്മം കാണിക്കുകയില്ല. ആ ദിവസത്തിൽ മാതാപിതാക്കളോട് ചോദിക്കും, എന്തിന്റെ പേരിലാണ് ഞങ്ങളെ കൊന്നത് എന്ന്. ആ അവസ്ഥയിൽ മക്കൾ വിളിച്ചു ചോദിക്കുന്ന ദിവസമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളെ കൊന്നു? ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? 4 വയസ്സാകുന്ന സമയത്ത്, 5 വയസ്സാകുന്ന സമയത്ത് കിണറ്റിലേക്ക് ആപ്പതിപ്പിച്ചിട്ട് ഹായ് മെസ്സേജിന്റെ പിന്നാലെ പോയ മാതാവേ, നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ആ മക്കൾ നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കും, ഞങ്ങളെ എന്തിന്റെ പേരിലാണ് കൊന്നത് എന്ന് മാതാവിന് നേരെ ചൂണ്ടിക്കൊണ്ട് മക്കൾ ചോദിക്കുന്ന ദിവസമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മക്കളെ മോശമായ അവസ്ഥയിൽ വളർത്തിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യയോടുള്ള, ഭർത്താവിനോടുള്ള, അല്ലെങ്കിൽ അമ്മായിമ്മയോടുള്ള ചെറിയ ചെറിയ പോരിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ആ അബദ്ധം ഇന്ന് തീരുന്നതല്ല. ഇന്ന് തീരുമെന്ന് വിചാരിക്കേണ്ട. അല്ലാമ ഇക്ബാൽ ചോദിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് മോഹമുണ്ട്, പക്ഷേ അവരറിയുന്നുണ്ടോ നാളെ ചെല്ലുമ്പോൾ അത് ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നില്ല. അവർ ആത്മഹത്യ ഉദ്ഘാടനം ചെയ്യുകയാണ്, അന്ത്യനാള് കഴിഞ്ഞാലും അത് തുടരുകയാണ് എന്നവരറിയുന്നില്ല എന്ന് ഹദീസ് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ. വിഷമത്തിന്റെ പേര് നമ്മളോട് പിഴ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇനി നമ്മൾ അറിയണം, അഥവാ നമ്മളിൽ നിന്ന് ആരെങ്കിലും അതിലേക്ക്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വലിയ വലിയ ബിസിനസ്സുകാരെ ചർച്ച ചെയ്യുന്നത് പോലും, ആ കാര്യങ്ങൾ ഇവിടെ അധികം വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബിസിനസ് മാഗസിൻ എന്ന് പറയുന്നത് HBR ആണ്, ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അത് ഹാർവാർഡ് ബിസിനസ് സ്കൂളാണ്, ബിസിനസിനെ പഠിപ്പിക്കുന്ന. അതിൽ നിന്ന് ഇറങ്ങുന്ന ബുക്കാണ് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ. ഞാനത് വരുത്താറുണ്ട്. അതിൽ ഒരു തവണ ഭയങ്കര ബുക്കാണ്, ലോകത്തിലെ ബിസിനസിന്റെ മുഴുവൻ, ഗൂഗിളിനെ കുറിച്ച്, അതിന്റെ സ്ട്രാറ്റജിയെക്കുറിച്ച്, അതേമാതിരി നിങ്ങളുടെ കയ്യിലുള്ള വാട്സപ്പിനെ കുറിച്ച്, അതിന്റെ സ്ട്രാറ്റജിയെക്കുറിച്ച്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് എല്ലാം ഈ ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനികളുടെ മുഴുവൻ ചർച്ചയും നടക്കുന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂളിലാണ്. നിങ്ങളുടെ നമ്മൾ പിന്നെ കുറച്ചൊക്കെ വയസ്സായ ആൾക്കാരുണ്ടായതുകൊണ്ട് അത്ര തിരിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാല്, ഈ ലോകത്തിൽ അമേരിക്കയും UK എല്ലാ ഫ്രാൻസും അതേമാതിരി സ്വിറ്റ്സർലാൻഡും എല്ലാ ബിസിനസ്സുകാരും, അമേരിക്കയിലെ സിലിക്കൺ വാലിയിലുള്ള ആൾക്കാരൊക്കെ ബിസിനസ് ചർച്ച ചെയ്യാനും ട്രെയിനിങ്ങിനും വേണ്ടി പോകുന്ന കേന്ദ്രമാണ് ഏത്? ഹാർവാർഡ് ബിസിനസ് സ്കൂൾ. ഹാർവാർഡ് ബിസിനസ്. അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ബുക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ ബുക്ക് ഒരു തവണ വന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് പേജിൽ എന്താ ഉള്ളതെന്നറിയോ? ദേ ബിലീവ് ഇൻ ഖദർ. ആ ദുബായ് ഒക്കെ പൊട്ടിയ സമയത്താണ് ആ ബുക്ക് വന്നത്. ദുബായ് ഒക്കെ പൊട്ടിയിട്ട് ആകം കണ്ട് ഇരുന്നല്ലോ.
ആ സമയത്ത് ദേ ബിലീവ് ഇൻ ഖദർ. ഉമ്മാര് മനസ്സിലാക്കണേ, പെങ്ങന്മാര് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ സമൂഹം, അതേമാതിരി തന്നെ പിന്നെ ജൂത സമൂഹം, എല്ലാവരും അടങ്ങിയിട്ടുള്ള മനുഷ്യ സമൂഹം ഇസ്ലാമിന്റെ ഖദറിനെ പറ്റി ചർച്ച ചെയ്യാം. ഞമ്മക്കിപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തില്ല, വിശ്വാസമില്ലാതെ. ഇസ്ലാമിന്റെ ഖദറിനെ പറ്റിയിട്ട് അവര് ചർച്ച ചെയ്യാം. എന്താ ചർച്ച? അതായത് ദുബായ് പൊട്ടിയപ്പോ ഷെയ്ഖ് മുഹമ്മദ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല? അതൊരു ചർച്ചയാണ്. കാരണം ഈ ലോകത്തിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ജൂത ആളുകളായിരുന്നുവെങ്കിൽ, ആ ബുക്കിൽ വരികയാണ്, അവരെ വേറെ ഏതെങ്കിലും മതക്കാര്, കൺഫ്യൂഷ്യമോ നെഗോറിസമോ ഏതിന്റെ ആൾക്കാരായാലും അവർ ആത്മഹത്യയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കൊന്നും ഖദറിൽ വിശ്വാസമില്ല, ഖദറിൽ വിശ്വാസമില്ല. അങ്ങനെ മൂപ്പര് പറഞ്ഞത്, ഈ ബുക്ക് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ലോകത്തിൽ ഇത്രമാത്രം തകർച്ചകൾ ആ റിസഷന്റെ സമയത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യത്തിനുണ്ടായി. പക്ഷെ ആരും ആത്മഹത്യ ചെയ്തില്ല. ഒരു രാജാക്കന്മാരും ആത്മഹത്യ ചെയ്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കുന്ന അവനവന്റെ വലിയ സൗദം എന്ന നിലക്കുണ്ടാക്കിയിട്ടുള്ള ബുർജ് ദുബായ്, അതിന്റെ ആദ്യത്തെ പേര് ബുർജ് ദുബായ്. ആ ബുർജ് ദുബായ് പിന്നെ അബുദാബിക്കാണ്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹൃദയം എടുത്തിട്ടാണ്ട് കൊടുക്കുകയാണ് ആർക്ക്? അബുദാബിക്ക്. അങ്ങനെ അത് മാനക്കേട്. ഇവർക്ക് മാനക്കേടല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും വലിയ 114 നിലയുടെ അല്ലെങ്കിൽ 110 നിലയുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതങ്ങണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് ലോകത്തിൽ അറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് വല്ലാത്ത മാനഹാനിയാണ്. പക്ഷെ കുലുങ്ങിയില മൂപ്പര് അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് പറയുന്ന ബുക്കാണ് ദേ ബിലീവ് ഇൻ ഖദർ. അവർ ഖദറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അഥവാ മുസ്ലിം സമൂഹം എന്ത് വിഷയം വന്നാലും അലല്ലാഹി തവക്കൽ. ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്താ പറഞ്ഞേ? അലല്ലാഹി തവക്കൽ. തവക്കൽ തു അലല്ലാഹ് നമ്മൾ പറഞ്ഞ സാധനം കുറച്ചും കൂടി ഡോസിൽ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ആദ്യം അള്ളാഹിനെ മുമ്പിൽ വെക്കണം. അതുകൊണ്ട് അലല്ലാഹി തവക്കൽ, അലല്ലാഹി തവക്കൽ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഒരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കുമല്ലോ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹ് എനിക്ക് ആ പ്രശ്നമുണ്ട്, പുയ്യാപ്പൾക്ക് ഈ പ്രശ്നമുണ്ട്, നാത്തൂന് ആ പ്രശ്നമുണ്ട്, മൂത്തച്ചിക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖദറിൽ വിശ്വസിക്കുന്നവർ പറയേണ്ടത്, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹുവേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് പ്രശ്നമേ എനിക്കൊരു അള്ളാഹു ഉണ്ട് എന്ന് പറയലാണ്. അതൊന്നും നമുക്ക് പെട്ടെന്ന് തിരിയുന്ന ഭാഷയല്ല. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പ്രശ്നമേ എനിക്കൊരല്ലാഹു ഉണ്ട്, നീ വന്നിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ രീതിയിൽ നീ വന്നിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ അവസ്ഥയിൽ നീ അടിച്ചു തകർക്കാൻ വന്നാലും ഈ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറയും എന്റെ അള്ളാഹുവിനോട്. എന്റെ നാത്തൂന്റെ അവസ്ഥയിൽ നീ വന്നാലും പ്രശ്നമേ, ഞാൻ പറയും എന്റെ അള്ളാഹുവിനോട്. എന്റെ മകന്റെ കാലിന്റെ ചവിട്ടായി എനിക്ക് നേരെ വരുമ്പോഴും ഞാൻ പറയും അള്ളാഹുവേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നല്ല, പ്രശ്നമേ എനിക്കൊരല്ലാഹു ഉണ്ട്, നീ വന്നിട്ട് കാര്യമില്ല, ഞാൻ കുലുങ്ങില്ല, എനിക്കൊരു അല്ലാഹു ഉണ്ട് എന്നുള്ള കൃത്യമായ വിശേഷണം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് കുറവാണ്. അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക്, അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരാം. അള്ളാഹു ആരാണെന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, മറ്റു സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരു ഉമ്മത്തിനെ അഥവാ ഒരു മനുഷ്യ സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് പറഞ്ഞാലാണ് കൂടുതലും നന്നാവുക എന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് എന്ന് നിങ്ങളത് മനസ്സിൽ വെക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. ആരാണ് അള്ളാഹു? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം. സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കൂടുതലാണ്. ഞമ്മക്കിപ്പോ ഇത് ഇല്ലായിട്ടാ. നിങ്ങളെ വിചാരം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ ടെൻഷന്റെ കൂമ്പാരം കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ആണുങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന്. ഞാൻ മനഃശാസ്ത്രപരമായിട്ട് പറയാണ്, ടെൻഷന്റെ 70% തലയിൽ കിടക്കുന്നത് പുരുഷന്മാർക്കാണ്. നിങ്ങൾക്കാകെ 30 നമ്മളിനിപ്പോ ഏതെങ്കിലും ഒരു അമ്മായിമ്മയെ മരോളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന കുടുംബം ഏതാന്ന് വെച്ചാൽ പാണക്കാട്ട് കുടുംബമാണ്. എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് ആദരിക്കപ്പെടുന്ന ഒരു കുടുംബം ഇല്ല. അതിന് ഏത് രാഷ്ട്രീയം പറഞ്ഞാലും എന്തായാലും അതിനേക്കാൾ ആദരിക്കപ്പെടുന്ന ഒരു കുടുംബം ഇല്ല കേരളത്തിൽ എന്നല്ല, ചിലപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ എടുത്താൽ തന്നെ ചിലപ്പോൾ നമ്പർ 1 ആണ്. ഞാൻ പറയുന്നത് പാണക്കാട്ടെ തങ്ങന്മാര്, പാവങ്ങൾ, നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് ഇങ്ങനെ വിരലിവിടെ വെച്ചാൽ കടിച്ചൂല, ഒന്ന് ആകെ തീരെ കടിച്ചൂല, ഇങ്ങനെയുള്ള കുറെ പാവങ്ങൾ. പക്ഷെ ഇവരെ എല്ലാ ദിവസവും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരില്ലേ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറ. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുക. രാഷ്ട്രീയപരമായിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും,
വേറെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും. ചിലപ്പോൾ അവരെന്താണ് പിന്നെ ഉറുക്കെഴുതുന്നു അല്ലെങ്കിൽ വെള്ളൂതി കൊടുക്കണു, അതിനെ പറ്റിയിട്ട് പറഞ്ഞ വേറെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് അവര് തളരുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പൊന്നാരന്റെ പെങ്ങന്മാരെ, പാണക്കാട്ടെ തെങ്ങന്മാരെ വരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആകെ അമ്മായിമി നാത്തൂനും മാത്രമാണ്. രണ്ടാളുള്ളൂ നമ്മളെ കുറ്റപ്പെടുത്താൻ. പാണക്കാട്ടെ തെങ്ങന്മാരെ കുറ്റപ്പെടുത്താൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ആരെയാണ്. അപ്പൊ അത് കുറ്റുണ്ടായിട്ടല്ലേ കുറ്റപ്പെടുത്തല്? ഞാൻ കൂടി അപ്പൊ പറഞ്ഞത്, പാണക്കാട്ടെ തെങ്ങന്മാരെടുത്ത് കുറ്റുണ്ടായിട്ടല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്. കുറ്റുണ്ടായിട്ടല്ല കുറ്റപ്പെടുത്തുക. കുറ്റുണ്ടാകാതെ ആൾക്കാർ കുറ്റപ്പെടുത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നഊദു ബില്ലാഹ് 2 വാക്കാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ, അബൂജഹലും അബൂലഹബും മുത്തുബത്തും ഷൈബത്തും എല്ലാവരും പറഞ്ഞിരുന്നത് 2 വാക്കാണ്. എന്തായിരുന്നു? ഒന്ന്, ഏറ്റവും സ്ട്രോങ് ആയി പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി പറയാവുന്ന അങ്ങേ തലയാണ് ആള് ഭ്രാന്തനാണ് എന്ന് പറയല്, മജ്നൂൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ വാക്കാണ്. മറ്റൊന്നൊരാളെ പറ്റി അങ്ങേറ്റം താഴ്ത്തി പറയാവുന്ന അങ്ങേ തല പദമാണ് കദ്ദാബ്, ആള് കള്ളനാണ്. ഇത് 2ഉം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആ പറഞ്ഞ മുഴുവൻ ആളുകളും ഇടയ്ക്ക് വെച്ച് ചിലരൊക്കെ മരിച്ചുപോയെങ്കിലും ആരൊക്കെയാ പറഞ്ഞത്? അബൂ സുഫിയാൻ, പിന്നാരാ പറഞ്ഞത്? ഇക്രിമ, പിന്നാരാണ് പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്? സുഹൈൽ, പിന്നാരാ പറഞ്ഞത്? ഹിന്ദ, പിന്നാരാ പറഞ്ഞത്? വഹ്ശി. ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മാപ്പ് കൊടുത്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാപ്പ് കൊടുത്തു. ഏതൊരു നാക്കുകൊണ്ടാണോ മജ്നൂൻ എന്ന് വിളിച്ചിരുന്നത്, അതേ വാക്കുകളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി, ഇക്രിമ മുസ്ലിമായി, സുഹൈൽ മുസ്ലിമായി റളിയല്ലാഹു തആല അൻഹും. അതിലേറെ നമുക്ക് അത്ഭുതം തോന്നുന്നത് ആരെയാണ്? ഹിന്ദ മുസ്ലിമായി, വഹ്ശി മുസ്ലിമായി. എല്ലാവരെ കൊണ്ടും പിന്നീട് എന്താക്കി? അവിടെ അവസാനം വഹ്ശി വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് ഞാനാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാനാണ് വധിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. എന്നിട്ട് വഹ്ശിയെ നെഞ്ചോട് ചേർത്ത് എന്നിട്ട് മാപ്പ് കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വന്തം ഭാര്യ ഭർത്താവ് ഈ ബന്ധത്തിന്റെ ഇടക്ക് ഒരു നാത്തൂൻ ഒരു ചെറിയ കുറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിച്ച്, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സ്ത്രീകളെ, ഈ ലോകത്തിലെ എല്ലാരും നന്നാക്കിയിട്ട് നമുക്ക് നന്നാകാൻ കഴിയില്ല. എല്ലാരും നേരാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ലോകത്തിലെ ആളുകൾ ജീവിക്കുക? ആ ചിന്താഗതിയെ മാറ്റണം നിങ്ങൾ. എന്നിട്ട് എന്താക്കണം? നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കണം, യഖീന് ഉറപ്പിക്കണം. അതിന്ന് പറയാൻ ആളുകൾ കുറവാണ്, നിങ്ങൾ കേൾക്കാനും പോകുന്നില്ല കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹു അല്ലാഹുൽ ഖാലിഖുൽ ബാരി. ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ പോവാൻ. എന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഇന്ന് എത്രയാണ് സെല്ലുകൾ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കോടാന കോടി സെല്ലുകൾ. ആ സെല്ലുകളെ മുഴുവൻ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവുണ്ട്. ഇപ്പൊ നമ്മളെ കണ്ട് അതിനെ മുഴുവൻ ട്യൂൺ ചെയ്യുന്ന അള്ളാഹുവുണ്ട്. അവനാണ് ബാരിആയ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ നാളെ കാണുന്ന അള്ളാഹുവല്ല. ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കും, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാറുണ്ട്. എന്തിനാ ഇത് ചൊല്ലുന്നത്? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ, വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സ്ത്രീകൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ആ വെള്ളത്തിന് ഒരുപാട് ദൗത്യമുണ്ട് നമ്മുടെ ഉള്ളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പ ചെയ്യുന്ന പണി, അതിനുവേണ്ടി ഒരു മലക്കിനെ വെച്ചുകൊണ്ട് അതിലെ കുറെ എണ്ണം ബ്ലഡിലേക്ക് പറഞ്ഞേക്കും. അതിനെ അരിച്ചുകൊണ്ട് അരിക്കാൻ കിഡ്നിയെ തയ്യാറാക്കും, ലിവറിലേക്ക് പറഞ്ഞേക്കും. അതിന്റെ ഭാഗങ്ങൾ അവിടെയുണ്ട്. നരമ്പിലൂടെ പറഞ്ഞേക്കും. കാരണം WBC RBC കൗണ്ട്, വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും. ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുവിനെ ജയിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഫൈറ്റിംഗുകൾ നടക്കുമ്പോ അങ്ങോട്ടും ആ ജലത്തെ എത്തിക്കും, ഗ്ലൂക്കോസിലേക്ക് എത്തിക്കും, അമ്ലത്തിലേക്ക് എത്തിക്കും, നമ്മുടെ ഞെണുവിലേക്ക് എത്തിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ സിരകളിലേക്ക് എത്തിക്കും, നമ്മുടെ അണ്ണാക്കിലേക്ക് വോക്കൽ കോഡിലേക്ക് എത്തിക്കും, നമ്മുടെ ആമാശയത്തിലേക്ക് എത്തിക്കും, ദഹനഗ്രന്ഥിയിലേക്ക് എത്തിക്കും. ഈ പണി മുഴുവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ഈ അല്ലാഹുവിനെയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? നമ്മുടെ ഉള്ളിലുള്ള ഒരു ചെറിയ കിഡ്നി, ആ കിഡ്നിയുടെ വലുപ്പം ഒരു മാങ്ങയുടെ അണ്ടിയുടെ അത്ര ഉണ്ടാകും. ഒരു ആവറേജ് മാങ്ങയുടെ അണ്ടിയുടെ അത്ര, അതാണ് കിഡ്നിയുടെ വലുപ്പം. അതിന്റെ ഉള്ളിൽ 10 ലക്ഷം അരിപ്പകളെയാണ് അള്ളാഹു തന്നിട്ടുള്ളത്. നമ്മൾ കഞ്ഞിപ്പരയിലാണ് നിൽക്കുന്നത്. ഈ വെട്ടിച്ചിറയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, മടപ്പള്ളി കോളേജിലെ പ്രൊഫസറാണ്. നിങ്ങൾക്ക് നാട്ടുകാർക്ക് വല്ലാണ്ട് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല.
ഉണ്ണീൻകുട്ടി, ഡോക്ടർ ഉണ്ണീൻകുട്ടി ഡോക്ടറേറ്റ് എടുത്തതാണ്. ഉണ്ണീൻകുട്ടി ഇവിടെയുണ്ട്. അവൻ അലിഗഡിലെ റാങ്ക് ഹോൾഡറാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ, ഡൽഹിയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറാണ്. അവിടെ നമ്മൾ അറിയേണ്ടത് അവൻ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുക. കാരണം റിസർച്ച് ഹോൾഡർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഡോക്ടർമാരെക്കാൾ വിവരം ഈ കാര്യത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ 10 ലക്ഷം അരിപ്പകളുടെ നീട്ടം എത്രയാണ്? അവൻ പറഞ്ഞു 70 കിലോമീറ്റർ. നിങ്ങൾ മനസ്സിലാക്കണേ, ഉണ്ണിക്കുട്ടി പറഞ്ഞത് എന്നോട് 70 കിലോമീറ്ററാണ് ഈ 10 ലക്ഷം അരിപ്പകളുടെ നീളം. 70 കിലോമീറ്ററിനെ ചുരുട്ടിയിട്ടാണ് നമ്മളെ കിഡ്നിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഇതിനെ ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്നത് ആര്? നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ ഉപ്പയല്ല, നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ നാത്തൂനല്ല, ഈ ലോകത്തിലെ ഒരാളുമല്ല, ആരുമല്ല. ഇതിനെ ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്നവൻ അല്ലാഹുവാൻ. നമ്മുടെ ഹൃദയം മിടിക്കുന്നു 72 തവണ. ആ 72 തവണ ഒരു മിനിറ്റിൽ മിടിക്കുമ്പോ, അല്ലെങ്കിൽ 70 തവണ മിടിക്കുമ്പോ അതിന്റെ മിടിപ്പിനെ കൃത്യമായി നിർവഹിക്കുന്നത് അല്ലാഹുവാൻ. നമ്മൾ നോക്കുമ്പോ, നിങ്ങൾ ഒഫ്താൽമോളജി ഒന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ട ഉമ്മമാര്, മനസ്സിലാക്ക്. നയനശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്, ഒഫ്താൽമോളജി. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ 28 ലക്ഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകളും 14 ലക്ഷം കളർ ക്യാമറകളുടെയും പവറാണ്. എത്ര? 28 ലക്ഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകളും 14 ലക്ഷം കളർ ക്യാമറകളും മിന്നിമറയുന്ന കണ്ണിനെ, നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചത് കണ്ണിന്റെ പ്രവർത്തനാണെന്നോ? അല്ല, ഇപ്പൊ അത് അള്ളാഹു പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഈ നിമിഷത്തിൽ അതിനെ പിന്മാറ്റാനുള്ള കരുത്ത് അള്ളാഹുവിനുണ്ട്. ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോ, ഈ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോ, ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തിനെ മുഴുവൻ ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്ന ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ അഅല, 7 ആകാശങ്ങളെയും ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്ന അള്ളാഹുവിനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ആ അള്ളാഹു മാത്രമാണ് കാര്യങ്ങളിൽ ഇടപെടുന്നത്. നിങ്ങൾ യഖീൻ വെച്ച് മുന്നോട്ട് പോ. ആ സമയത്ത് അള്ളാഹു പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോ. ഞാൻ എന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയല്ല, പക്ഷേ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. നിങ്ങളൊക്കെ നാട്ടിൽ ചിലപ്പോൾ കേട്ടിട്ടുള്ളത് പോലെ നിങ്ങളൊക്കെ നാട്ടിലും അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഏതൊരു അള്ളാഹുവിനെ പറ്റിയാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതുപോലെ അള്ളാഹു നമ്മളോട് പെരുമാറും. നമ്മുടെ മനസ്സിന് സ്വസ്ഥത വേണമെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ എവിടെയും പറയാത്ത അനുഭവം അള്ളാഹിനെ പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം പറയാൻ. എന്റെ മൂത്ത മകൻ മെഹബൂബ് എന്ന് പറയുന്ന കുട്ടി 1.5 വയസ്സുള്ള സമയത്ത് കിണറ്റിലേക്ക് വീണു. എന്റെ അയൽവാസികളോട് ചോദിച്ചാൽ അറിയാം. 1.5 വയസ്സുള്ള മൊമ്മലിയാക്കും അറിയാം അക്കാര്യം. 1.5 വയസ്സുള്ള സമയത്ത് നേരെ കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീണാല് ആ കുട്ടി മുങ്ങി മരിക്കാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ വീട്ടിന്റെ പശ്ചാത്തല പ്രകാരം കയറും ഉണ്ടാവില്ല. ഒന്നിപ്പോ ഈ മോട്ടറുള്ള പേരയിലൊന്നും ഇറങ്ങാനുള്ള കയറൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് മാനോജിയുടെ വീട്ടിൽ പോയിട്ട് കയറ് കൊണ്ടുവന്നിട്ട് കുട്ടികൾ ഇറങ്ങുമ്പോഴേക്ക് എത്ര വട്ടം മുങ്ങിപ്പൊന്താനും എത്ര വട്ടം മരിക്കാനുള്ള സമയമായി. പക്ഷേ ഞങ്ങളെ തൊട്ടയൽവാസി കൗസുത്താത്ത വന്നിട്ട് നോക്കുമ്പോ കുട്ടി പൊന്തിക്കിടക്കുകയാണ്. കുട്ടി ഇങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. അപ്പൊ തന്നെ 37 ഓളിയിടാൻ തുടങ്ങി. കാരണം മരിച്ചിട്ട് പൊന്തിയതാണെന്ന് ഉറപ്പിച്ചു. ആ സമയത്ത് നമുക്ക് ഫോൺ വിളിക്കാൻ, ഈ മൊബൈലൊന്നും അത്ര ഇതല്ല, വ്യാപകമല്ല. ഞാനന്ന് കൈത്തക്കര ഒരു ഭാഗത്താണ്. അവിടേക്ക് ഫോണ് വന്ന് അവിടുന്ന് ഞാൻ ഓടി വന്ന് ബൈക്ക് എടുത്തിട്ട് വന്നപ്പോഴേക്കും ഇങ്ങനെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നങ്ങനെ സുപ്രിയ എന്ന റസിയ ഡോക്ടറുള്ള സമയമാണ്. അവിടെ കൊണ്ടുപോയപ്പോൾ റസിയ ഡോക്ടർ കുറച്ചൊരു ദീനിയായ ഒരു സ്ത്രീയാണ്. അവരെടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ വെള്ളം കുടിപ്പിച്ചപ്പോൾ കുട്ടി വെള്ളം കുടിച്ചു. കാരണം ആ കിണറ്റിക്ക് പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആരാണിത് പ്രവർത്തിപ്പിക്കുന്നത്? നിങ്ങൾ പറ, ഇതാരാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ പറയുമ്പോ കിണറ്റിൽ വെള്ളമുണ്ട്, കിണറാണ്. പക്ഷേ അള്ളാഹുവാണ് കിണറ്റിന്റെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് വെള്ളത്തിന്റെ ഉടമസ്ഥൻ. വസ്തുക്കളോ വ്യക്തികളോ ശക്തികളോ അവസ്ഥകളോ ഇതൊന്നും അള്ളാഹുവിന് ബാധകമേ അല്ല. ഒരേ സമയം തീയിൽ നിന്ന് പുകയെ പുറപ്പെടുവിച്ചതും തീയിൽ നിന്ന് അഗ്നിയെ പുറപ്പെടുവിച്ചതും ചങ്ങലകൾ ആകെ കരിഞ്ഞില്ലാതെയായതും അത് ഇബ്രാഹിം നബിക്ക് വേണ്ടിയല്ല, നമ്രൂദിനും കൂട്ടത്തിനും വേണ്ടിയാണ്. അതേസമയം തണുപ്പിനെയും രക്ഷയെയും പുറപ്പെടുവിച്ചത് ഇബ്രാഹിം നബിക്ക് മാത്രമാണ്. അവിടെ അള്ളാഹു പറയുന്നത് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പേരിൽ നിങ്ങൾ തീയെ നീ രക്ഷയും അതേപോലെ തന്നെ തണുപ്പുമായി തീരുക എന്ന് പറഞ്ഞ സന്ദർഭം. പ്രിയപ്പെട്ട പെങ്ങന്മാരെ ആലോചിക്കിൻ, പ്രിയപ്പെട്ട ഉമ്മമാരെ ആലോചിക്കിൻ. പഴയ കാലത്ത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അങ്ങേ തല അതായിരുന്ന അള്ളാഹുവിലേക്ക് നിങ്ങളൊന്ന് തിരിയിൻ. അത് തിരിയുമ്പോൾ ഒരു ടെൻഷനും നിങ്ങൾക്കുണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ അതിനേക്കാൾ സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു, അതിനേക്കാൾ നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു, അതിനേക്കാൾ നമ്മൾ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നമുണ്ടായത്. എല്ലാത്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുമ്പോ നമ്മുടെ ഭർത്താവ് ഫിറഔനായാൽ പോലും, ഞാൻ പറയാണ്, നമ്മളെ ഭർത്താവ് ഫിറഔനായാൽ പോലും ആസിയ ബീവി കുലുങ്ങൂല. നമ്മുടെ ഭാര്യ വളരെ മോശക്കാരിയാണെങ്കിൽ പോലും
അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുലുങ്ങൂല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ വല്ലാണ്ട് ഇടങ്ങറാക്കി നൂഹ് നബിയെയും ലൂത്ത് നബിയെയും. രണ്ട് ഭാര്യമാരുടെയും നബിമാരുടെയും ഭാര്യമാർ നരകത്തിലേക്കാണ് എന്ന് ഖുർആൻ പറയുമ്പോ ഒരു നബിനെ ഇടങ്ങറാക്കിയില്ലേ അവര്? എന്നിട്ട് നബിമാര് കുലുങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ അടുത്ത് നിന്ന് എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങരുത് നമ്മൾ. ഭാര്യയുടെ അടുക്കൽ നിന്ന് എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങരുത് നമ്മൾ. നാത്തൂന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങരുത് നമ്മൾ. പ്രശ്നമേ, എനിക്കൊരല്ലാഹു ഉണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ, പ്രശ്നങ്ങളെ മനസ്സിൽ നിങ്ങളെ പ്രശ്നത്തൊന്ന് കാണി. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചോളി. എല്ലാരോടും കൂടിയാ പറഞ്ഞത്. കണ്ണടച്ചിട്ട് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ, നിങ്ങളെ പ്രശ്നം അങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ആ പ്രശ്നത്തോട് നിങ്ങൾ പറയും, പ്രശ്നമേ, എനിക്കെന്റെ അല്ലാഹു ഉണ്ട്. ഒരു സമാധാനം വരും. എപ്പോഴും നമ്മൾ പ്രശ്നം വരുമ്പോ എനിക്കെന്റെ അല്ലാഹ് ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് പോകണം. എനിക്കെന്റെ അല്ലാഹ് ഉണ്ട്, ആ ഒരു ചിന്തയിലേക്ക് പോയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി കുറച്ച് സൈക്കോളജിയുടെ ഭാഗം പറയണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാ പ്രശ്നം ഉണ്ടാവുന്നത്? ബേസിക് പ്രശ്നം ദീനില്ലാത്ത തന്നെയാണ് കേട്ടോ. അതാ ഞാൻ അത്രയും പറഞ്ഞത്. ബേസിക് പ്രശ്നം ദീനില്ലാത്തതാണ്. ദീനില്ലാത്തതുകൊണ്ട് എന്തായി അതങ്ങനെ നടത്തുന്നു. ഇനി എല്ലാവരും എഴുന്നേറ്റിട്ട് അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൈയെടുത്തിട്ടൊന്ന് ഇരുന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റോളി. നാനാ ഭാഗത്തേക്ക് ഒന്ന് കൈയെടുത്തോളി. ഞങ്ങളെ ബാക്കില് മുന്നില് എല്ലാവരും ഒരു നാട്ടുകാരാണല്ലോ. നമുക്കിത് ഒന്നായിട്ട് ഒന്നിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു ദൗത്യം നമുക്കുണ്ട്.